വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 1917 മുതൽ 1947 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചില പ്രധാന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞു, ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നിപ്പോ 1919 നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച്, രൂപം നൽകിയ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചും അതുപോലെ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിനെ കുറിച്ചും റൗലറ്റ് ആക്ടിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ആ മഹായുദ്ധം നടന്നതിന് ശേഷം മുസ്ലിങ്ങളുടെ, ലോകത്ത് തന്നെയുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് തുർക്കിയിലെ സുൽത്താനെയാണ്. അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെ തന്നെ ബ്രിട്ടൻ പരിമിതപ്പെടുത്തി. അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയ്ക്ക് വിളിക്കുന്ന പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ തന്നെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങള് ആര് കുറച്ചു എന്നാ പറയണേ? ബ്രിട്ടൻ കുറച്ചു. അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയ്ക്ക് വിളിക്കണ പേരാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അങ്ങനെ എന്താ പറയുന്നത്, ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് അപ്പൊ ഇന്ത്യയില് എന്താ പറഞ്ഞ, ഇന്ത്യൻ മുസ്ലിങ്ങളാണ് രൂപം നൽകിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത് എന്ന് എന്തിനെ കുറിച്ചാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അപ്പൊ ഗാന്ധിജി ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് കണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന പദവിയും ആരെന്നെയാണ് വഹിച്ചത്? നമ്മുടെ ഗാന്ധിജി തന്നെയാണ് വഹിച്ചത് എന്ന് ഓർക്കണം. ഇനി അടുത്തത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപകർ അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, ഹക്കീം അജ്മൽ ഖാൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് എന്ന് ഓർക്കണം. ആരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകര്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, ഹക്കീം അജ്മൽ ഖാൻ തുടങ്ങിയവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കോൺഫറൻസ്, അഖിലേന്ത്യാ കോൺഫറൻസ്, അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കുകയുണ്ടായി. അത് 1919 1919 നവംബറിലാണ് ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ആ ന്യൂഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ആള് അല്ലെങ്കിൽ അതിന്റെ ലീഡർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK ഫസലുൽ ഹക്ക് ആണ്. ആരാണ്? AK ഫസലുൽ ഹക്ക്. അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. ഒരു സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. 1919 നവംബർ മാസത്തിലാണ് നടന്നത്. അതിന്റെ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ AK ഫസലുൽ ഹക്ക് ആയിരുന്നു. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു കലാപം നടക്കുകയുണ്ടായി. ഏതാണ് ആ കലാപം? 1921 മലബാർ കലാപം. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? മലബാർ കലാപമാണെന്നാ പറയാ. എന്നാ അത് നടന്നേ? 1921 മലബാർ കലാപം നടക്കണേ. ഇനി അടുത്തത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഗാന്ധിജി വരികയുണ്ടായി. ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കണ്ടു നോക്കുക. കേരളം എന്നാ സന്ദർശിച്ചേ? 1920. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് എപ്പോഴാണ്? 1920 എന്ന് മറക്കാതെ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ, അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ വളരെയധികം പിന്തുണയ്ക്കുകയുണ്ടായി. ഗാന്ധിജി ഇതിനെ നിസ്സഹരണ പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് യോജിപ്പിക്കാൻ ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോ ഖിലാഫത്ത് പ്രസ്ഥാന ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചു. എന്നാണെന്ന് ചോദിച്ചാൽ 1919 ഒക്ടോബർ 17. 1919 നവംബറിലാണ് ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടക്കണേ. ആ ഖിലാഫത്ത് കോൺഫറൻസ്
നവംബറിൽ നടന്നിട്ട് ഒക്ടോബർ 17 അതിന് മുമ്പ് തന്നെ ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാനായിട്ട് ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചു എന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? ഒന്നാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ ലോകത്തുള്ള മുസ്ലിംസിന്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ എന്താ പറയാ, ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങള് ബ്രിട്ടീഷുകാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഏത് ജനങ്ങള്, മുസ്ലിം ജനങ്ങൾ രൂപീകരിച്ച സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അവർ രൂപീകരിച്ചത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ശരിക്കും സമയം 1919-20 കാലയളവാണ്. രൂപീകരിച്ചത് 19 മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി, ഹക്കിം അജ്മൽ ഖാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തോടു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവരൊക്കെ കൂടിയിട്ടാണ് ഈ സംഗതി സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിനെ എന്താ പറയുന്നത്, ഹിന്ദുക്കളും കൂടി ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരം എന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തെ ഗാന്ധിജി വിശേഷിപ്പിക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് പദവി ലഭിച്ചതും ആർക്ക് തന്നെയാണ്? ഗാന്ധിജിക്ക് തന്നെയാണ്. ഈ ഖിലാഫത്ത് ഓൾ ഇന്ത്യ ലെവലില് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു കോൺഫറൻസ് 1919 നവംബറിൽ നടന്നു. അതിന്റെ ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് AK ഫസലുൽ ഹക്കിനെയാണ്. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ ഒരു കലാപം നടന്നു. കലാപത്തിന്റെ പേര് മലബാർ കലാപം എന്നാണ്. 1921 പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എപ്പോഴാണ് കേരളത്തിൽ എത്തിയെന്നും ചോദിച്ചിട്ടുണ്ട്. 1920 അപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ തീരാണ്. അടുത്തതിന്റെ പേര് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ്. എന്നാ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടന്നത് 1919 ശരിക്കും മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നല്ല ഇതിനെ അറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലെങ്കിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് മനസ്സിലാക്കുക. 1919 അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് നടന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നതിന് പേര് വരാൻ കാരണം മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗും അതുപോലെ തന്നെ വൈസ്രോയി ചെംസ്ഫോർഡും ആയിരുന്നു. അങ്ങനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് ഈ ഒരു നിയമത്തിന് പേരും വന്നു. അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുവഴി നമുക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമമാണ്. അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായെന്ന് മനസ്സിലാക്കൂ. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാര് പറഞ്ഞു. പ്രവിശ്യകളിലെ ദ്വിഭരണ സംവിധാനം കൊണ്ടുവരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് വഴി അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴി ഇന്ത്യക്കാർക്ക് അവര് നൽകിയ കുറച്ച് എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ അവർ നൽകുകയാണ്. അങ്ങനെ ഇതുവഴി രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ചു അവര്. അപ്പൊ നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താം, ദ്വിമണ്ഡല സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇത്രയേ ഉള്ളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച്. അപ്പൊ എന്താണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം? അതായത് നമ്മുടെ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗും അതുപോലെ തന്നെ വൈസ്രോയി ചെംസ്ഫോർഡും ആയിരിക്കുമ്പോൾ 1919 ഒരു ആക്ട് വരികയാണ്. ആ ആക്ടിനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് വിളിക്കണേ. ഈ റിഫോംസ് പ്രകാരം അവർ പറയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാം, പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം ഏർപ്പെടുത്താം, രാജ്യത്ത് നേരിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്താം, അല്ലെ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരൊരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമത്തിനെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം എന്ന് പറയുന്നത്. ഇത്രയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമത്തിന് പറയാനുള്ളത്. ഇതിന് വേറൊരു പേരെന്താന്ന് പറഞ്ഞത് നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം ഏതാണ്?
മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പ്രവിശ്യകളിൽ ദ്വിഭരണ സംവിധാനം കൊണ്ടുവരാൻ കാരണമായ ആക്ട് എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് അഥവാ എന്താണ് 1999 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ രാജ്യത്ത് നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഓപ്ഷൻസ് നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നു. രാജ്യത്ത് നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ദ്വിമണ്ഡല സമ്പ്രദായം, സ്ത്രീകൾക്ക് വോട്ടവകാശം, അല്ലെ, പ്രവിശ്യകളിലെ ദ്വിഭരണ സംവിധാനം, പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പെടാത്തത് ഏതായ, അല്ലെങ്കിൽ എ ആൻഡ് ബി ഓൺലി, അല്ലെങ്കിൽ എ ഓൺലി, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ തരില്ല സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ. അപ്പൊ അങ്ങനെ വരാൻ പറ്റിയ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത് റൗലറ്റ് ആക്ട് ആണ്. 1919 റൗലറ്റ് ആക്ട്. അതായത് ബംഗാളില് പഞ്ചാബിലൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. കാരണം എന്തായിരിക്കും? ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് മൂലം ധാരാളം രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി ഓരോരോ വ്യക്തികൾ കൂടി ചേർന്നു. ഇങ്ങനെ എന്തുകൊണ്ട് ബംഗാളിലും പഞ്ചാബിലൊക്കെ രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തില് ഒരു കമ്മീഷനെ ബ്രിട്ടീഷുകാര് നിയോഗിച്ചു. ഈ കമ്മീഷൻ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് റൗലറ്റ് ആക്ട് അഥവാ കരി നിയമം എന്നറിയപ്പെടുന്നത്. 1919 റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത്. ഈ റൗലറ്റ് ആക്ട് പ്രകാരം എന്തൊക്കെ കാര്യം ഇവർ പറയണേ? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം. മനസ്സിലായോ? ആരെ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ ഒക്കെ ബ്രിട്ടീഷുകാർക്ക് എന്ത് വന്നു? അധികാരം കിട്ടി. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. അപ്പൊ ഏത് സ്ഥലത്തേക്കും എവിടെ വേണമെങ്കിലും, ഏത് ഓഫീസിലോ ഏത് സ്ഥാപനങ്ങളിലോ വീടുകളിലോ എവിടെ വേണമെങ്കിലും ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയറിച്ചെല്ലാം, കയറിച്ചെന്ന് പരിശോധനകൾ നടത്താം, ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് തടങ്കലിൽ വെക്കാം. ഇതിനൊക്കെ ഉള്ള ഫുൾ അധികാരം ആർക്ക് കൊടുക്കുകയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ട് ഒരു അധികാരം വരും, ബ്രിട്ടീഷ് പോലീസുകാർക്ക് കൊടുത്തുകൊണ്ട് ഒരു അധികാരം വരികയാണ്. അതിനെയാണ് നമ്മൾ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ പേര് റൗലറ്റ് ആക്ട് എന്നല്ല അത്രേ, അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് അതിന്റെ പേര്. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് 1919 എന്ന് പറഞ്ഞാലും റൗലറ്റ് ആക്ട് 1919 എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഈ 1919 റൗലറ്റ് ആക്ട് ഫെബ്രുവരിയിൽ പാസ്സായി എങ്കിലും മാർച്ച് 10 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി നിലവിൽ വന്നത്. 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് നിലവിൽ വന്നു. ഇനി റൗലറ്റ് ആക്ടിന്റെ വേറൊരു പേരാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് നമ്മൾ പറഞ്ഞു, അതായത് ഒഫീഷ്യൽ നെയിം. പക്ഷെ റൗലറ്റ് ആക്ടിനെ നമ്മൾ പലരും കരി നിയമം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ? അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട് റൗലറ്റ് ആക്ട് കരി നിയമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അത്ര. റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയാണ്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും റൗലറ്റ് ആക്ടിനെ എതിർത്തുവെങ്കിലും റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ശങ്കരൻ നായരാണ്. അപ്പൊ ആരാണ് റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ഇന്ത്യക്കാരൻ? സി ശങ്കരൻ നായർ റൗലറ്റ് ആക്ടിനെ പിന്തുണച്ചു എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ റൗലറ്റ് ആക്ട് വന്നു, അതിനെതിരെ ദേശീയ വ്യാപകമായിട്ട് ഒരു ഹർത്താലിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഈ ഹർത്താലിനെ റൗലറ്റ് സത്യാഗ്രഹം എന്നാണ് ഗാന്ധിജി പേരിട്ട് വിളിച്ചത്. അത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1919 ഏപ്രിൽ 6 1919 ഏപ്രിൽ 6 ഹർത്താൽ നടത്താൻ, ഒരു ദേശീയ ഹർത്താൽ തന്നെ നടത്താൻ, റൗലറ്റ് സത്യാഗ്രഹം എന്ന് പേരിട്ട ഒരു ഹർത്താൽ നടത്താൻ ആര് പറയാണ്? ഗാന്ധിജി പറയാണ്. അങ്ങനെ 1919 ഏപ്രിൽ 6 എന്ത് നടത്താണ്? റൗലറ്റ് ആക്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ഒരു റൗലറ്റ് സത്യാഗ്രഹം അല്ലെങ്കിൽ ഹർത്താല് നടത്തുകയാണ്. ദേശീയ തലത്തിൽ ഒരു രാജ്യവ്യാപകമായിട്ട് ഒരു ഹർത്താൽ നടത്തുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ്
റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ട് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഈ കരി നിയമം വളരെ ഭയാനകരമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് എന്നാണ് കൂട്ടക്കൊലയുടെ പേര്. അപ്പൊ റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ ഈ കരി നിയമം ഏത് കൂട്ടക്കൊലയ്ക്ക് കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? റൗലറ്റ് ആക്ട് ആണ് പറയാ. അപ്പൊ ഇത്രയാണ് റൗലറ്റ് ആക്ട്. അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്? ബംഗാള്, പഞ്ചാബൊക്കെ, ബംഗാളിലും പഞ്ചാബിലൊക്കെ, ബംഗാളാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം അല്ലെ. ബംഗാളിൽ കൂടാണ്ട് പഞ്ചാബിലൊക്കെ രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങള് രൂപീകരിച്ചു തുടങ്ങി. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ കൂടുതലുണ്ടായത് ബംഗാളിലും പഞ്ചാബിലുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ കാരണമെന്ന് ബ്രിട്ടീഷുകാര് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ, സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ച് ആ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ടാവാം അവർ റൗലറ്റ് ആക്ട് അഥവാ കരി നിയമം അല്ലെങ്കിൽ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പറയുന്ന ഒഫീഷ്യൽ നെയിമുള്ള ഈ നിയമം കൊണ്ടുവന്നു. കരി നിയമം എന്ന് വിളിച്ചത് ഗാന്ധിജി. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. ഈ നിയമം 1919 ഫെബ്രുവരിയിൽ കൊണ്ടുവന്നെങ്കിലും 19 മാർച്ച് 10-നാണ് നിലവിൽ വന്നത്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏത് സമയത്തും എവിടെയും ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയറി വെച്ചെല്ലാം പരിശോധന നടത്താം, ആരെ വേണമെങ്കിലും തടങ്കലിൽ വെക്കാം അല്ലെ. അതിനൊക്കെയുള്ള അധികാരം അവർക്ക് കൊടുത്തു. ഏതൊരു പൗരനെയും അറസ്റ്റിൽ വെച്ച് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ഇതിനൊക്കെയുള്ള അധികാരം റൗലറ്റ് ആക്ട് വഴി കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരാള് ശങ്കരൻ നായരാണ്. ഇതിനെ എതിർത്തുകൊണ്ടാണ്, ഈ നിയമത്തെ എതിർത്തുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ എന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങനെ ഗാന്ധിജി ഇതിനെതിരെ സത്യാഗ്രഹ സഭയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അങ്ങനെ സത്യാഗ്രഹ സഭ അദ്ദേഹം ആരംഭിച്ചത് ബോംബെയിലാണ്. കൂടാതെ അദ്ദേഹം ദേശീയ തലത്തിൽ ഒരു എന്താ പറയുന്നത് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. 1919 ഏപ്രിൽ 6-നാണ് ആ ഹർത്താലിന് അദ്ദേഹം റൗലറ്റ് സത്യാഗ്രഹം എന്നാണ് പേരിട്ട് വിളിച്ചത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കാം, അതായത് റൗലറ്റ് ആക്ട് ഒരു വലിയ വൻ ദുരന്തത്തിന് കാരണമായി. എന്താണ് ആ ദുരന്തത്തിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? റൗലറ്റ് ആക്ട് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച്, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചും മൊണ്ടേഗു ചെംസ്ഫോർഡിനെ കുറിച്ചും റൗലറ്റ് ആക്ടിനെ കുറിച്ചും പഠിക്കാനുള്ളത്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഗേദ സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഓരോരോ സംഭവ വികാസങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സമരങ്ങളും സത്യാഗ്രഹങ്ങളും പ്രസ്ഥാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കുറെ നിയമങ്ങളും അതിനെക്കുറിച്ച് 1917 മുതൽ 47 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.